മൂന്നാം ദിവസം. ആമേൻ. ഞാൻ ദൈവത്തിൻ്റെ കയ്യിലെ ഒരു കുഞ്ഞു പെൻസിലാണ്. വിശുദ്ധ മദർ തെരേസയുടേതാണ് ഈ വാക്കുകൾ. ദൈവത്തോടുള്ള സമർപ്പണത്തിൻ്റെ ആമീൻ പറച്ചിലിൻ്റെ ആഴം ഈ വാക്കുകളിൽ നിഴലിക്കുന്നുണ്ട്. കാലത്തിൻ്റെ കവാടം തുറന്ന് കടന്നു വരുന്നതിന് മുമ്പേ ഒരു ആമീൻ കേൾക്കേണ്ടിയിരുന്നു. ഒരു സാധാരണ പെൺകുട്ടിയുടെ നസ്രത്തിലെ മറിയത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന സമർപ്പണത്തിൻ്റെ ആ ഒറ്റ വാക്ക്. അതൊരു വാക്കല്ല, പ്രപഞ്ചനാഥൻ്റെ പദ്ധതിക്ക് മുമ്പിൽ ഒരു എളിയ ഹൃദയം സമർപ്പിച്ച സമ്മതപത്രമായിരുന്നു. ബൈബിൾ മുഴുവൻ ആമേൻ എന്നത് മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ മുദ്രയായി പ്രത്യക്ഷപ്പെടുന്നു. ദൈവവചനത്തിന് മുമ്പിൽ പറഞ്ഞു തീർക്കുന്ന വിനയത്തിൻ്റെ സമ്മതം. അങ്ങനെ തന്നെയാകട്ടെ കർത്താവേ എന്ന ആത്മാവിൻ്റെ ആഴം നിറഞ്ഞ മറുപടി. അതിനാൽ തന്നെ ക്രിസ്മസ് ചരിത്രം തുടങ്ങുന്നത് ഒരു ആമീൻ മൊഴിയാൽ തന്നെയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. പരിശുദ്ധ മറിയത്തിൻ്റെ ഈ ആമീൻ മനുഷ്യരാശിയുടെ രക്ഷാചരിത്രത്തിന് വാതിൽ തുറന്ന സ്വർഗം തന്നെയായിരുന്നു. ക്രിസ്മസ് കാലത്ത് നമ്മൾ പറയുന്ന ഓരോ ആമീൻ മൊഴിയും ഒരു ആത്മീയ യാത്രയുടെ പുതുതുടക്കമാണ്. ഇരുട്ടിനോട് പ്രകാശം വരട്ടെ എന്ന ആമേൻ, ഭയത്തോട് ധൈര്യം പകരട്ടെ എന്ന ആമേൻ, നിരാശയോട് പ്രത്യാശ പിറക്കട്ടെ എന്ന ആമേൻ, ദൈവസ്നേഹത്തോട് എന്നിൽ നിവസിക്കട്ടെ എന്ന ആമേൻ. ബേത്ലഹേമിലെ ഒരു ശിശുവിലൂടെ ദിവ്യസത്യങ്ങൾ ഭൂമിയിൽ ഇറങ്ങിയതിനെ ഓർമ്മപ്പെടുത്തി ഈ ക്രിസ്മസ് നമ്മെ കൂടി ആ ദിവ്യവചനത്തിൻ്റെ ഭാഗമാകാൻ ക്ഷണിക്കുന്നു. അതുകൊണ്ട് ഈ കാലത്ത് നമ്മൾ പറയുന്ന ആമേൻ ഒരു വാക്ക് മാത്രമല്ല, ദൈവത്തിൻ്റെ സ്നേഹത്തിനുള്ള തുറന്ന ഹൃദയം, ആത്മാവിൻ്റെ സമ്മതം, മനുഷ്യജീവിതത്തിൻ്റെ സമർപ്പണം ഒക്കെയാണ്. ക്രിസ്മസ് വെളിച്ചത്തിലേക്കുള്ള ഓരോ യാത്രയും അതേ മൊഴിയിലാണ് അവസാനിക്കുന്നത്. ആമേൻ ഇങ്ങനെ ആയിരിക്കട്ടെ. നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും എന്നും ഉണ്ടാകട്ടെ ആ വാക്ക്. ആമേൻ.